ഹായ് ഹലോ. അങ്ങനെ ഒരു 13 മണിക്കൂറത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെത്തി, കുളിച്ച് ഫ്രഷായി. പിന്നെന്താ അവിടുന്ന് ചേച്ചിയുടെ വീട്ടിലോട്ടൊക്കെ അടുത്തോട്ടാട്ടോ, തൊട്ടടുത്ത് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ കാറിലേ പോകും. അങ്ങനെ അവിടുന്ന് പതുക്കെ ഒരു ചെറിയ ഈവനിങ് വാക്ക് പോലെയൊക്കെ ഇറങ്ങിയതാണ്ട്. ചേച്ചിയുടെ വീട്ടിലെ പറ്റിയാട്ടോ, അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ നല്ല സൂപ്പർ ആളാണ്. അങ്ങനെ അവിടുന്ന് പിള്ളേരെയും കൊണ്ട് ചേച്ചിയും ചേട്ടനും ഒക്കെ ഷോപ്പിങ്ങിന് പോയി. എന്താണെന്ന് പറഞ്ഞില്ല, പെട്ടെന്നൊരു ഷോപ്പിംഗ്. അങ്ങനെ അതിന് പോയി. അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ ചെറിയൊരു റൗണ്ടൊക്കെ കഴിഞ്ഞ് വന്നു, ഫുഡ് കഴിച്ചു. ചോറും മീൻകറിയും മീൻ പൊരിച്ചതും നല്ല സൂപ്പർ, നല്ല തമിഴ്നാടൻ രസമായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ചിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതേ ഒരു സെലിബ്രേഷൻ. വേറെ ഒന്നുമല്ല, എൻ്റെ ബർത്ത്ഡേ. അപ്പം രാത്രി 12 മണി ആയില്ല കേട്ടോ. അതിന് മുന്നേ നമ്മൾ യാത്ര ചെയ്ത് വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് കേക്കൊക്കെ മുറിച്ച് ഉറങ്ങാൻ 12 മണി വരെ ഉണർന്നിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം ഇത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ബർത്ത്ഡേ 21-ാം തീയതി, അതായത് ഡേറ്റ് ഒന്നും വലിയ ബോധമൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്. നാളെയാണ് ബർത്ത്ഡേ എന്നുള്ള വലിയൊരു റിയലൈസേഷനൊന്നും എനിക്കില്ലായിരുന്നു. ബർത്ത്ഡേ ഉണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ അങ്ങ് പോവുമായിരുന്നു. അപ്പം ഇത്രയും പ്ലാനിങ് ഒക്കെ അവിടെ നടക്കും എന്ന് ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചു, നല്ല ഹാപ്പിയായി. പിന്നെന്താ, ഭയങ്കര സ്പെഷ്യലായി. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് എങ്ങനെ പോയാലും എൻ്റെ ബർത്ത്ഡേ ചെന്നൈയിൽ തന്നെയാണ്. കാര്യം ഈ ഒരു ടൈമിൽ ഞങ്ങൾ ഒന്നെങ്കിൽ വെഡിങ് ആനിവേഴ്സറി ഇവിടെ ആയിരിക്കും, അല്ലെങ്കിൽ ബർത്ത്ഡേ ഇവിടെ ആയിരിക്കും. 17th 21 അപ്പം അങ്ങനെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ബാക്കി നാളെ